ഒരു വലിയ വയലൻസിലേക്ക് അത് നീങ്ങി. ആരെങ്കിലും ചേർന്ന് അത് പിടിച്ചു മാറ്റിയില്ലെങ്കിൽ ഒരാൾ മറ്റേയാൾ കൊല്ലും. ഇത് മനുഷ്യ വംശത്തിൻ്റെ തുടക്കത്തിലുള്ള ഒരു സംഭവം. കൊല്ലരുത് എന്ന കൽപ്പന ഇറങ്ങിയിട്ടില്ല. ആ അവസരത്തിലാണ് ഈ കാര്യം നടക്കുന്നത്. ദൈവം സൂചന കൊടുക്കുകയാണ്, അവനെന്തോ നിന്നോടുണ്ട്. ഇതെന്താണെന്ന് ചോദിക്കാനായിട്ട് കായന് സംസാരിക്കാനായിട്ട് ചെല്ലുകയാണ്. അപ്പോൾ ഒരു തർക്കം ഉണ്ടാകുന്നു, ഒരു ഫൈറ്റ് ഉണ്ടാകുന്നു. ആക്സിഡന്റലായിട്ട് ആബേല് കൊല്ലപ്പെടും. അത്രേ ഉള്ളൂ. ഇതിലും വലിയ കൊലകൾ പ്ലാൻ ചെയ്ത് നടത്തിയ ദാവീദ്, അത് നീണ്ട ഒരു നരേഷനാണ്. അതുപോലെ തന്നെ ശൗലിന്റെ പ്രവർത്തനങ്ങൾ, ഇവരെല്ലാം അവരെ സംഗതി അവിടെ എല്ലാം മാപ്പ് കൊടുത്തു. പക്ഷേ നമുക്ക് ഇത്രയും കാലം കഴിഞ്ഞിട്ടും കായനോട് മാപ്പ് കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അത് നമുക്കൊരു വലിയ പരാജയം. കായനോട് നമ്മൾ മാപ്പ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹോദരനോട് നമുക്ക് മാപ്പ് നൽകാൻ നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. നമുക്ക് ഇതിൻ്റെ അപേക്ഷകളെല്ലാവരും ഈ കാര്യങ്ങളൊന്നുകൂടി ഡീപ്പായിട്ട് ഒന്ന് മനസ്സിലാക്കണമെന്നുള്ളതാണ്. കായൻ ഒരു മർഡർ നടത്തിയിട്ട് അത് അങ്ങനെ സംഭവിച്ചു പോയതാണ്. ക്ഷമിക്കണം. ചോദ്യം മലയാളത്തിലാണ്. കേൾപ്പനശ്ശേരി അച്ഛനോട് തന്നെയാണ്. ചില പേപ്പർ വന്ന് പറഞ്ഞ സമയത്ത് അവിടെ പറഞ്ഞു, ഈ രണ്ടുപേര് ബലി അർപ്പിച്ചു. ബലി അർപ്പിക്കുന്നതിന് മുമ്പുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ഇടയിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞാനും വായിച്ചിട്ടുണ്ട്, അവരുടെ ഇടയിൽ പ്രശ്നമുണ്ടായിരുന്നു. ആ പ്രശ്നം എന്താണെന്ന് വായിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള ഒരു ചാനലിൽ തന്നെയാണ്. ഞാൻ അതിങ്ങനെ പറയുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കും. അതിൻ്റെ ഒറിജിനൽ സോഴ്സ് അറിയില്ല. ഞാൻ കേട്ടിരിക്കുന്ന അതിൻ്റെ സോഴ്സ് അച്ഛനറിയിക്കും പറയണം. കേട്ടിരിക്കുന്ന കോഴ്സ് എന്ന് പറയുന്നത് ആദാമിനും ഹവായിക്കും 2 മക്കളാണ് ബൈബിളിലെ. സിറിയക്ക് പാരമ്പര്യത്തിൽ 4 മക്കളാണ്. 2 ആണ് 2 പെണ്ണും. മൂത്തവരെയും രണ്ടാമത്തവരെ പറഞ്ഞു വെച്ചു. പക്ഷെ മൂത്തവനോടുള്ള ആഗ്രഹം രണ്ടാമത്തവളോടും മൂത്തവനോട് രണ്ടാമത്തെ പെൺകുട്ടിയോടാണ് ആഗ്രഹം ഉണ്ടായത്. അത് മനസ്സിലാക്കിയ ആദാമാണ് പറഞ്ഞത് 2 പേര് പോയി ബലി അർപ്പിക്കാൻ. ഞാൻ ഈ പറയുന്നത് ഒരു ആർട്ടിക്കിളാണ്. അരിപ്പറമ്പിൽ ജോസഫ് അച്ഛൻ സഭാചന്ദ്രികയിലെ ഒരു 52 എഴുതിയിരിക്കുന്ന സുറിയാനി ട്രാൻസ്ലേഷനാണ്. ഇതൊരു മെമ്മറിയുടെ റൂട്ട് ഒന്നും എഴുതിയിട്ടില്ല. അപ്പോൾ ബലി അർപ്പിക്കാൻ പോയപ്പോൾ ദൈവം നോക്കിയത് അവിടെയാണ് പറയുന്നത്, നീ നല്ലത് ചെയ്തിരുന്നുവെങ്കിൽ ഞാൻ നിന്നിൽ പ്രസാദിക്കുകയില്ലായിരുന്നു. അതിൻ്റെ നെക്സ്റ്റ് വാക്കാണ് കായൻ്റെ ബലിക്ക് പ്രസാദിക്കാൻ ഇത് നീ നല്ലത് ചെയ്യാത്തത് കൊണ്ടാണ്. അച്ഛൻ ആ പോയിന്റ് പറഞ്ഞു. പക്ഷേ ഞാൻ ചിന്തിച്ചത് ഈ സോഴ്സ്, ഞാൻ ഈ പറഞ്ഞ സോഴ്സ് അരിപ്പറമ്പിൽ അച്ഛൻ്റെയാണ്. സുറിയാനി പിതാക്കന്മാർ പറഞ്ഞതെന്ന് പറയുന്നത് ശരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ സോഴ്സ് അറിയാമോ എന്നുള്ളതാണ് ചോദിച്ചത്. അതുവരെ അച്ഛൻ പറഞ്ഞു നിർത്തി. അവരുടെ ഇടയിലാണ് പ്രശ്നമെന്ന് പറഞ്ഞു. പക്ഷെ ആ പ്രശ്നം എന്താണെന്നുള്ള സംതിങ്ങിനെ പറഞ്ഞുള്ളൂ. ചില കാര്യങ്ങൾ പറയും. നമുക്ക് കഥകളൊക്കെ മറക്കാം. നമുക്ക് എന്നിട്ട് വർത്തമാനകാല ഈ ലോകത്തിലേക്ക് ജീവിക്കാം. ഇപ്പോൾ ഒരു കുടുംബത്തിൽ കുറേ മക്കളെ കൊണ്ട് 5-6 പേരുണ്ട്. അതിൽ മൂത്തവന് എപ്പോഴും ഒരു സുപ്പീരിയോറിറ്റി വരും. അവന് മറ്റുള്ളവരെ പരിപാലിക്കേണ്ട ആവശ്യം വരും, അവരെ നിയന്ത്രിക്കേണ്ട ആവശ്യം വരും, അവരുടെ മേലെ ആധിപത്യം എടുക്കേണ്ട ആവശ്യം വരും. ഇത് ഈ ഇളയവർക്ക് ഇഷ്ടമാണ്. ഈ സഹോദരങ്ങളെല്ലാം ഈക്വലാണ് എന്നുള്ളതാണ് താഴെയുള്ളവരുടെ പ്രമാണം. ഈ പ്രമാണം അത് പലപ്പോഴും നിൽക്കാതെ വരും. അപ്പോൾ ഈ ചേട്ടൻ്റെ ഈ രീതിയാണ് ഈ അന്യൻ ഏബലിന് ഇഷ്ടമല്ലാതെ വന്നത്. ഈ ഭരണം നമ്മൾ മുടിനായപുത്രന് തിരികെ വരുമ്പോൾ വയലിൽ നിന്ന് വരുന്ന ചേട്ടൻ്റെ ആ മനോഭാവം നമുക്കറിയാം. ചേട്ടൻ എപ്പോഴും ഈ ഒരു വിഷയമുണ്ട്. അവന് ഹാർഡ് വർക്കിംഗ് ആണ്. ഇവിടെ കായനും വളരെ വളരെ അധ്വാനിയായ ഒരു മനുഷ്യനായിരുന്നു. അവനെന്തോ പ്രമാണിത്വമുണ്ടെന്ന് അവൻ കരുതുന്നു. പക്ഷേ ഏവനത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. നമ്മൾ കഥകൾ അധികം വായിക്കാതെ നമ്മൾ സമകാലീന ജീവിതം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾക്ക് നല്ല ആൻസർ കിട്ടും എന്നാണ് പ്രതീക്ഷ. സജീവനോട് തന്നെയാണ് ചോദ്യം. കാരണം അച്ഛൻ പറഞ്ഞു നിർത്തിയത് വർത്തമാനകാല സംഭവങ്ങളെ വെച്ചുകൊണ്ടാണ് പറഞ്ഞു നിർത്തിയത്. അതുകൊണ്ട് തന്നെ സജീവനോട് ചോദിക്കാൻ ആരംഭിക്കുകയാണ്. നമ്മളിപ്പോൾ വർത്തമാനകാല സംഭവങ്ങൾ വിലയിരുത്തുമ്പോൾ, കേരളത്തിലെ കോണ്ടെക്സ്റ്റ് തന്നെ വിലയിരുത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കൊലപാതകങ്ങളുടെ പരമ്പരയാണ്. ഗ്രീഷ്മം മുതൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എത്രയോ കൊലപാതകങ്ങളാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു എക്സിജിറ്റിക്കൽ അനാലിസിസ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ
കൈയിന്റെ ഈ ആക്ടിനെ നിസ്സാരവൽക്കരിക്കുകയാണെങ്കിൽ, ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ ഇങ്ങനെ നിസ്സാരവൽക്കരിച്ച് കാണുകയാണെങ്കിൽ, നാളെ ഗ്രീഷ്മം വന്ന് ഇറങ്ങിക്കഴിയുമ്പോഴും അതൊരു ആക്സിഡന്റൽ ആണെന്ന് പറയുമ്പോൾ അതിനൊരു പ്രശ്നമില്ലേ എന്നൊരു പ്രശ്നമാണ്. അതൊരു സങ്കീർണമാണ്. കാരണം നമ്മൾ വീട്ടിൽ നടക്കുന്നത് അപ്പോൾ അതിനെ എങ്ങനെയാണ് അച്ഛൻ നോക്കി കാണുന്നത്? കാരണം ഇന്നത്തെ കോണ്ടെക്സ്റ്റിലാണല്ലോ നമ്മൾ എല്ലാം ചെയ്യുന്നത്. അതിന്റെ പിന്നെ രണ്ടാമതൊരു കാര്യം കൂടെ, അച്ഛൻ പറഞ്ഞ 1 ജോൺ 3:12 നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ആ വാക്യങ്ങൾ. അതായത് ഒരു ഈവിൾ ആക്ട് ആണ് ചെയ്തത് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ വേദപുസ്തകത്തിൽ, പുതിയ നിയമത്തിൽ അപ്പോൾ ഒരു തെറ്റ് രേഖപ്പെടുത്തി എന്നുകൂടാണ് നമ്മൾ അതിനെ കാണുന്നത്. കാരണം കൃത്യമായി 1 ജോൺ 3:12 പറയുകയാണ്, കൈൻ ചെയ്തത് ഒരു തെറ്റാണ്, അതൊരു പാപമാണ് എന്ന് കൃത്യമായി പറയുമ്പോൾ, നമ്മൾ ഇന്നത്തെ കാലത്ത് വർത്തമാന കാലഘട്ടത്തിൽ ക്രിറ്റിക്കൽ അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ പറയുകയാണ് 1 ജോൺ പറയുന്നത് തെറ്റാണ്, കോൺട്രഡിക്ടറി ആണ് എന്ന് പറയുമ്പോൾ അതിനൊരു പ്രശ്നമില്ലേ എന്നും കൂടെ. അങ്ങനെ 2 കാര്യങ്ങളാണ് ഞാൻ ചോദിച്ചത്. അച്ഛൻ പറയാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. നമുക്ക് ഒക്കെ ഒരു വിഷയം, പേരെന്താണ്? ജസ്റ്റിൻ. ഞാൻ ജസ്റ്റിനും സുഹൃത്തുക്കൾ ആണെന്ന് എഴുതാം. ജസ്റ്റിന് ഒരു സുഹൃത്തുണ്ട്. ആ സുഹൃത്തിൻ്റെ രീതികളൊന്നും എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഈ ഹെയ്റ്റ് ആൻഡ് ലവ് എന്നുള്ള പ്രമാണം ആണ് ഇവിടെ സെയിന്റ് ജോൺ കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്നവരെയൊക്കെ ഹെയ്റ്റ് ചെയ്യണം, ഒക്കെയാണ് മാതൃകകൾ. ഈ ഒരു പ്രോഗ്രാം നമുക്ക് അത് എല്ലാ കാലത്തും വിലപ്പോയില്ല. അപ്പോൾ നമ്മൾ സമൂഹത്തിൽ ഇപ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന അനുഭവം ആണ് ഉണ്ടാകുന്നത്. ഒരു പുതിയ ഒരു ചിന്ത ആയതുകൊണ്ട് നിങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് കുറച്ചുകൂടെ ഡീപ്പായിട്ട് ഒന്ന് പഠിക്കുകയും, വേദപുസ്തകം തന്നെ ഇത് കായേൻ പക്ഷത്തടിച്ചു എന്നുള്ളത് നിശ്ചിത വേഷങ്ങൾ ഉള്ള കാര്യമാണ്. അതിൽ നിന്നാണ് ഇത് ഡെവലപ്പ് ചെയ്ത് വന്നതും എന്ന് ഓർപ്പിക്കുന്നു. അത് ഞാൻ പറഞ്ഞത് എന്റെ അകൃത്യം ക്ഷമ അറിയിക്കുന്നതിന് അപ്പുറം എന്നാണ് സത്യവേദ പുസ്തകം. നമുക്ക് നേരത്തെ ഇവിടെ ഉണ്ടാക്കുന്ന സത്യവേദ പുസ്തകത്തിലും അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. എന്റെ അകൃത്യം ക്ഷമ അറിയിക്കുന്നതിനപ്പുറം. അത് പശ്ചാത്താപമാണ്. ഒരു തെറ്റ് ചെയ്തു എന്നത് സ്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പശ്ചാത്താപം. അങ്ങനെ കായെ ക്ഷമ കൊടുക്കണം എന്നാണ് ഞാൻ അപേക്ഷിക്കുന്നത്. It's time and we'll wind up. As we conclude this session, I would like to thank our personalities once again for their scholarly contributions, and you, our beloved uncles and dear audience, for your thoughtful and active participation. Together we have explored the sacramental, anthropological, moral and exegetical dimensions of Syriac theology, demonstrating the enduring depth and dynamism of this tradition. I also extend my gratitude to the organizers of this International Syriac Symposium for providing us with this platform to exchange ideas and learn from one another. Thank you all for your attention and engagement. I encourage you to continue these discussions informally during the breaks, especially you can continue the discussion on Kayan's repentance. Yes. The next session will resume at 2 p.m. and the plenary session at 5 p.m. Have a great day ahead. Thank you very much. As we conclude the session, we extend